കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ വിതരണം ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതിപക്ഷം ഇപ്പോൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നത്. പല പ്രശ്നങ്ങൾ പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. നഗരം തെരുവ് നായ്ക്കളുടെ പിടിയിലാണ്. അതുമാത്രമല്ല വൈദ്യുതി വിച്ഛേദനം സംഭവിക്കുന്നു തുടർച്ചയായിട്ട്, തെരുവ് വിളക്കുകൾ എങ്ങും പ്രവർത്തിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നത്. രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ജനജീവിതത്തെ വളരെയധികം സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണവും നടന്നിട്ടില്ല എന്നാണോ പ്രതിപക്ഷം പറയുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് കൊല്ലം കോർപ്പറേഷന്റെ ഭരണത്തിൽ UDF അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസം പിന്നിടുകയാണ്. നിരവധി വാഗ്ദാനങ്ങൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇവർ നൽകിയിരുന്നു, ഒന്നും പാലിക്കപ്പെടുന്നില്ല. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം ബാധിച്ചു കഴിഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മുഴുവനും പാളി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. 1 ലക്ഷം രൂപ വീതം 55 ഡിവിഷനും നൽകുമെന്ന് പറഞ്ഞ് അത് നൽകിയില്ല. എല്ലാ സ്ഥലത്തും മലിനീകരണം കൊണ്ട് രൂക്ഷമായ അവസ്ഥയാണ്. മഴക്കാലം തുടങ്ങിയതോടെ വെള്ളക്കെട്ടുകളുണ്ട്. വെള്ളക്കെട്ടിൽ വഴി രോഗവ്യാപനം കൂടുന്നു എന്നാണ്, പനി കൂടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ നഗരം ഇരുട്ടിലാണ്. ഇതിന്റെ പരിപാലനങ്ങൾ നടക്കുന്നില്ല, കൃത്യമായ കരാറില്ല, ആർക്കും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥ. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതൽ. തെരുവിലിറങ്ങിയാൽ കോൺഗ്രസ്സുകാരെ പോലും പട്ടി കടിക്കുന്ന ഒരു സമയമാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ABC പ്രോഗ്രാം പുനരാരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിപ്പോൾ ഉന്നയിക്കുകയാണ്. ഇങ്ങനെ പ്രധാനമായി ഉന്നയിക്കുന്നതിന്റെ ഇങ്ങനെ പ്രതിഷേധത്തിന്റെ കാരണം എന്താ? മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൽ പാളിപ്പോയി കൊല്ലം നഗരം. ഈ നഗരത്തിൽ അഴുക്കുകളുടെ കേന്ദ്രമായി മാറി. പുറത്തുള്ള ആളുകൾ വടിയുമായിട്ട് വരേണ്ട സ്ഥിതിയിലേക്ക് പോയി, ചെന്നായ്ക്കളെ പേടിച്ച്. നായ്ക്കളെ 1 മാസം കൊണ്ട് ഷെൽട്ടർ ഉണ്ടാക്കി അവർക്ക് വാസസൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പട്ടിയെ പേടിച്ച് മനുഷ്യർ ഈ നാട്ടിലോട്ട് വരാത്ത സ്ഥിതിയാണുള്ളത്. ഇന്നലെ ഒരു സ്ത്രീ തന്നെ വടിയുമായിട്ടാണ് ആശ്രമ മൈതാനത്തിലൂടെ പോകുന്നത്. പണ്ട് നഗരത്തിലെ മാത്രം മാലിന്യമായിരുന്നു നഗരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പൈതൃകത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആശ്രമ മൈതാനത്ത് കൊണ്ട് നിക്ഷേപിക്കുകയാണ്. അത് കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു ഭരണത്തിനെതിരായിട്ട് അതിശക്തമായ സമരമാണ്. എന്തുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ മാലിന്യം നിക്ഷേപിക്കാൻ കാരണം? കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടാൽ ഒരു കേസുമില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പുറത്തുള്ള ഒരു മാലിന്യം ഈ നാട്ടിൽ വരില്ലായിരുന്നു. ഇടതുപക്ഷം കൊണ്ടുവന്ന എല്ലാ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്ന് ഈ നഗരത്തിൽ കാണുന്നത്. ശരി, പ്രതിപക്ഷത്തിന്റെ കൊല്ലം നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ അറിഞ്ഞത്.